തമിഴ്നാട്ടിൽ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനേഷ്, ഇന്നത്തേക്ക് തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? PCKയുടെ പിന്തുണ അതെപ്പോഴേക്ക് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരും? ദിൽന, ഉന്മേഷ്, എന്തായാലും ഇതുവരെ രാവിലെ 10 മണിയോട് കൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത് അത്തരത്തിലൊരു സമയപരിധിയൊന്നും പറഞ്ഞിരുന്നില്ല. യോഗങ്ങൾക്ക് ശേഷം തീരുമാനിക്കാമെന്നുള്ളതാണ് നേതാവായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള തിരുമാവലവൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ ധാരാളം ആളുകൾ, നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് പുറകിലാണ് ഇവിടെയാണോ ഓഫീസ്? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇവിടെ ഒരു പാർട്ടി പ്രവർത്തകർ, അതുപോലെ തന്നെ VCKയുടെ ഈ പറഞ്ഞ TVKയുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു വാർത്താ സമ്മേളനത്തിലേക്കൊക്കെ ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒരു സമയം എന്തായാലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഒരു പിന്തുണ, അതായത് VCKയെ സംബന്ധിച്ച് അല്ലെങ്കിൽ TVKയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ VCKയുടെ പിന്തുണയാണ് ആകെ പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. VCKയുടെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഡിമാൻഡ് എന്തായാലും VCKയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 3.5 പതിറ്റാണ്ടായി തമിഴ്നാട്ടിലുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അവസരം ലഭിക്കുമ്പോൾ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെയൊക്കെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും തിരുമാവലവൻ്റെ ഒരു നീക്കം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വൈകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ വൈകുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണവും അത്തരത്തിലുള്ള ചില ചർച്ചകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDA മുന്നണിയിലുള്ള പാട്ടാളി മക്കൾ കക്ഷി 4 സീറ്റുകളുണ്ട് പാട്ടാളി മക്കൾ കക്ഷിക്ക്. പാട്ടാളി മക്കൾ കക്ഷിയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം എന്തായാലും TVKയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട്. അതായത് 4 സീറ്റുകൾ കൂടി വരുമ്പോൾ എന്തായാലും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് പോകാൻ, സുസ്ഥിര ഭരണത്തിലേക്ക് പോകാൻ എന്തായാലും വിജയിക്കാൻ സാധിക്കും. നിലവിൽ 116 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഈ PMKയുടെ 4 സീറ്റുകൾ കൂടി വരികയാണെങ്കിൽ അത് 120 എന്ന ഒരു നമ്പറിലേക്ക് പോകും. നേരത്തെ പാട്ടാളി മക്കൾ കക്ഷിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ പദവികളാണ് PMK ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ആ ചർച്ചകളിലേക്കൊന്നും പോകാത്തത്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ ക്രൈസിസ് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു പറഞ്ഞ TVK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. കാരണം 10-ാം തീയതിക്കുള്ളിൽ, നാളേക്കുള്ളിൽ കൃത്യമായൊരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ഭരണത്തിലെത്താനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ ഗവർണർ വളരെ കൃത്യമായ, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നടപടിയിലേക്ക് ഗവർണർ കടക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഗവർണറുടെ ഭാഗത്തു നിന്നും എന്തായാലും നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കാതിരിക്കാൻ എന്തായാലും തീരുമാനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ വൈകിട്ടോടു കൂടി VCKയുടെയോ അല്ലെങ്കിൽ PMKയുടെയോ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി VCK അതുവരെ വെച്ച് നീട്ടില്ല, അതിനു മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇരുപക്ഷത്തു നിന്ന്, PMKയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, VCKയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഇതുവരെ എന്തായാലും അനുകൂലമായൊരു നിലപാട് ഉണ്ടായിട്ടില്ല. 116 എന്ന ആ ഒരു സംഖ്യയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും TVK. ഉന്മേഷ, ദില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.